രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും വിനീതമായ വന്ദനം. ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ വചനവും എടുത്തുകൊണ്ട് പരസ്യമായിട്ട് നിൽക്കുവാൻ ആയുസ്സും ആരോഗ്യവും അവസരവും കൃപയും വചനവും നൽകിത്തന്ന കർത്താവിന്, എൻ്റെ രക്ഷിതാവിന് ഞാൻ സകല മഹത്വവും ബഹുമാനവും പുകഴ്ചയും ആരാധനയും അർപ്പിക്കുന്നു. ഈ മഹായോഗത്തിൻ്റെ സംഘാടകരും ഉത്തരവാദികളുമായിട്ടുള്ള ദൈവദാസന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും ക്രിസ്തുവിൽ എൻ്റെ വിനീതമായ വന്ദനം. ബഹുമാന്യനായ TG കോശി സാറും തന്നോട് ചേർന്ന് ഈ മഹത്തായ വേലയിൽ പങ്കെടുക്കുന്ന കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീതരായ ടീം അംഗങ്ങൾക്കും, എൻ്റെ സ്നേഹിതൻ ബേബി കടമ്പനാട്, മറ്റ് കർത്തൃദാസന്മാർ എല്ലാവർക്കും ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. TG കോശി സാറ് വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ സ്ഥിരമായി താമസിക്കാവുന്ന സാഹചര്യം ലഭിച്ചപ്പോൾ അതിനേക്കാൾ വലുത് ഇന്ത്യയിലെ, കേരളത്തിലെ സുവിശേഷ പ്രവർത്തനമാണ് എന്ന് കണ്ടെത്തുകയും അത് തിരഞ്ഞെടുക്കുകയും ചെയ്തതിൻ്റെ പരിണിത ഫലമാണ് ഇന്നിവിടെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്നത്. മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നെണ്ണിയ മഹാന്മാരായ ദൈവഭൃത്യന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയുള്ള പലരും കേരളത്തിൽ ഉള്ളതുകൊണ്ട് കേരളത്തിൽ അവിടങ്ങളിലായി സുവിശേഷ സ്ഥാപനങ്ങളും സഭകളും ഉയരുവാൻ ഇടയായി. കർത്താവിൻ്റെ തിരുനാമം എല്ലാവിധത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ സെൻറ്ററിൽ എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന ദൈവദാസൻ്റെ മകൻ ബ്രദർ പ്രൈസൻ ഇപ്പോൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിനും പ്രത്യേകം വന്ദനം ചെയ്യുന്നു. താനും ഈ കോളേജിലെ സഹോദരന്മാരും ചേർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ പരിസര പ്രദേശം മുഴുവനും സുവിശേഷ യോഗങ്ങൾ നടത്തുന്നതിൽ സഹകരിച്ചത് പ്രശംസനീയമാണ്. അതിൽ ഈ കോളേജിന് ഒരു പങ്കുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാം കൊണ്ടും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഈ സ്ഥാപനത്തെയും ഇവിടുത്തെ അധ്യാപകരെയും എല്ലാം ഞാൻ അഭിനന്ദിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രാവശ്യത്തെ ഇവിടുത്തെ കൺവെൻഷനിൽ ഒരു വിഷയാസ്പദ വചനധ്യാനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനോടുള്ള ബന്ധത്തിൽ ക്രിസ്തുവിൻ്റെ നിന്ദയുടെ പ്രഘോഷകർ എന്ന ഒരു ചിന്താവിഷയമാണ് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് ഇത് വിശ്വാസികളുടെയും സുവിശേഷകരുടെയും ഒരു സമ്മേളനമാണ്. ആകയാൽ സുവിശേഷീകരണത്തോട് ബന്ധപ്പെട്ട ഒരു സന്ദേശമായിരിക്കും ഈ രാത്രിയിൽ നിങ്ങളോട് പറയുന്നത്. സാധാരണ സുവിശേഷമാണ് പറയാറുള്ളത്. എന്നാൽ ഇന്ന് സുവിശേഷം പറയാൻ വേണ്ടിയുള്ള പ്രോത്സാഹനത്തെക്കുറിച്ചാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഇവിടെ
കൂടെ വായിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നിന്ന് ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്ന വേദഭാഗം ഇവിടെ ഒരുപക്ഷെ വായിച്ചു കാണും. ഞാൻ അവിടെ നിന്ന് അതിനപ്പുറത്തേക്ക് കടക്കുകയാണ്. എല്ലാം കൂടെ ചുരുക്കി വ്യക്തമാക്കി പറഞ്ഞാൽ, സുവിശേഷം അറിഞ്ഞവൻ സുവിശേഷം അറിയിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇതര സമുദായം പോലെ ഒരു സമുദായമായി തുടരാൻ സുവിശേഷത്താൽ രക്ഷിക്കപ്പെടേണ്ട ആവശ്യം ഇല്ല. ജനിച്ച സമുദായത്തിൽ നിന്നാൽ മതി. എന്നാൽ സുവിശേഷത്താൽ രൂപാന്തരം പ്രാപിച്ചവർ സുവിശേഷത്തിൻ്റെ വക്താക്കളായി തീരണം എന്നത് നിയോഗമാണ്, നിർബന്ധമാണ്. ഇല്ല എങ്കിൽ ഈ വേദപുസ്തകത്തിലെ ഒരു വചനവും ഒരു വാഗ്ദത്തവും നമുക്ക് പ്രയോജനപ്പെടുകയില്ല. ആകയാൽ സുവിശേഷത്തിൻ്റെ സന്ദേശവാഹകരായി തീരുവാൻ ഈ രാത്രിയിൽ ഇവിടെ വന്ന മുഴുവൻ ജനത്തെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ പ്രബോധിപ്പിക്കുന്നു. അതിനോടുള്ള ബന്ധത്തിൽ ഉള്ള ചില വചനങ്ങൾ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം ആദ്യമേ വായിപ്പാൻ അപേക്ഷിക്കുന്നു. വചനങ്ങൾ വായിക്കുന്നത് മൈക്കിൽ കൂടെ ആണെങ്കിൽ അത് കൂടുതൽ അനുഗ്രഹവും മനോഹരവുമായിരിക്കും. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതപ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം, അതെ, നമ്മെ വിളിച്ചതിൻ്റെ ഉദ്ദേശം പത്രോസ് നമ്മെ ഓർപ്പിക്കുന്നു. നമ്മെ തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം നമ്മെ ഓർപ്പിക്കുന്നു. നമ്മെ നിയമിച്ചതിൻ്റെ ഉദ്ദേശവും ഈ വചനങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നു. മറ്റൊരു വാക്യം ഞാൻ വായിപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 9-ാം അധ്യായം 23-ാമത്തെ വാക്യം. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷ നിമിത്തം ചെയ്യുന്നു. ആദ്യമേ പറഞ്ഞത് സകല വിശ്വാസികളെയും ഉദ്ദേശിച്ച് സെന്റ് പീറ്റർ പറഞ്ഞതാണെങ്കിൽ, പൗലോസ് തൻ്റെ സ്വന്തം അനുഭവം പറയുന്നതാണ് ഇപ്പോൾ നാം വായിച്ചത്. ഇപ്പോൾ വായിച്ചത് ഒരു കുഞ്ഞു വാക്യമാണെങ്കിലും അതൊരു വലിയ വാക്യമാണ്. സുവിശേഷത്തിൽ ഒരു പങ്കാളി ആകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷം നിമിത്തം ചെയ്യും. സുവിശേഷത്തിൽ ഒരു പങ്കാളി. ഇവിടെ നമ്മെ ആശയക്കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകാവുന്ന ചിന്തകൾ വേണമെങ്കിൽ ഇതിനകത്തുനിന്ന് എടുക്കാം. സുവിശേഷത്തിൽ മനുഷ്യനെന്താ ഷെയർ? കുരിശേ വെച്ച് സകലവും നിവർത്തിച്ചു എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ഇനിയും അതിനകത്ത് മനുഷ്യൻ്റെ പങ്കാളിത്തം വേണോ? ഈ ഒരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. സുവിശേഷം അതിൽ തന്നെ പൂർണ്ണമല്ലേ? അതിലിനിയും മനുഷ്യന് ഒരു ഷെയർ, മനുഷ്യനൊരു പങ്ക് അതിൽ എന്താ വഹിക്കാനുള്ളത്? മറ്റൊരു വചനം ഞാൻ വായിക്കാം.
കൊലോസ്യർ 1:24. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവുണ്ടോ? അത് പൂർണ്ണമല്ലേ? ഞാൻ ഇനി അതിനോടെന്താ ചേർക്കേണ്ടത്? ഈ ചോദ്യങ്ങളൊക്കെ ഇവിടെ വരാം. അത് ആ ചോദ്യങ്ങളുടെ എല്ലാ ഉത്തരം ഇത്രയേ ഉള്ളൂ. സുവിശേഷം ആരെങ്കിലും മുൻകൈയെടുത്ത് പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ സുവിശേഷം വെറുതെ ഇരിക്കുകയുള്ളൂ. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്നതിനാൽ സുവിശേഷം പൂർണ്ണമാണെങ്കിലും അത് പ്രവർത്തിക്കണമെങ്കിൽ ആരെങ്കിലും പ്രസംഗിക്കണം. ഇതൊരു അത്ഭുതകരമായ കാര്യമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിച്ചാട്ട്. അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഈരണ്ടായി അയച്ചു. തനിക്ക് മുമ്പായി എന്ന വാക്ക് എന്നെ വളരെ അത്ഭുതപ്പെടുത്തി. അതായത് ഒരു സുവിശേഷകൻ സുവിശേഷവുമായി ഒരു ഗ്രാമത്തിൽ പോകുന്നെങ്കിൽ അവൻ യേശുവിൻ്റെ മുന്നോടിയായിട്ടാണ് അവിടെ പോകുന്നത്. ഒരു സുവിശേഷകൻ സുവിശേഷവുമായി ഒരു വീട്ടിൽ പോകുന്നെങ്കിൽ അവൻ പോയതിൻ്റെ പുറകെ യേശു അവിടെ എത്തും. തനിക്ക് മുമ്പായി ഒരു സുവിശേഷകൻ ഒരു വീട്ടിൽ കാലുവെക്കുന്നതിൻ്റെ അർത്ഥം യേശു അവിടെ കാലുവെക്കാൻ പോകുന്നു എന്നാണ്. സുവിശേഷകൻ അവിടെ കാലുവെച്ചാൽ അവിടെ അത്ഭുതം നടക്കത്തില്ല. യേശു അവിടെ കാലുകുത്തിയാൽ അവിടെ അത്ഭുതം നടക്കും. അപ്പോൾ യേശു വരുന്നതിൻ്റെ മുന്നോടിയാണ് സുവിശേഷകന്റെ കാൽവെപ്പ്. അപ്പോൾ ഈ വചനങ്ങളെല്ലാം ചേർത്ത് ചിന്തിച്ചാൽ ഒരു ദേശത്തെ ഉദ്ധരിക്കുവാൻ, ഒരു കുടുംബത്തെ ഉദ്ധരിക്കുവാൻ ദൈവം പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ദൈവം നേരിട്ട് പോകുന്നില്ല. അതിന് മുമ്പായി എന്നെ അങ്ങോട്ട് വിടാൻ ആഗ്രഹിക്കുന്നു. അതിന് മുൻപായി നിങ്ങളെ അങ്ങോട്ട് വിടാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പുറകെ വരാൻ അവൻ ആഗ്രഹിക്കുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം? എത്രയോ ആശ്ചര്യകരമായ ചിന്തയാണത്. സ്തോത്രം. ലൂക്കോസ് 10:1 പറയുന്നു, തനിക്ക് മുമ്പായി, അഥവാ താൻ യേശു തമ്പുരാൻ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്കാണ് തൻ്റെ മക്കളെ അവൻ സന്ദേശവുമായി അയക്കുന്നത്. നമുക്ക് മറ്റു മനുഷ്യരെക്കാൾ ശക്തിയൊന്നുമില്ല, നമുക്ക് മറ്റു മനുഷ്യരെക്കാൾ ബലമൊന്നുമില്ല. പക്ഷെ നമ്മൾ കർത്താവിൻ്റെ വചനവുമായി, കർത്താവ് തന്ന സന്ദേശവുമായി പോകുമ്പോൾ നമ്മുടെ പുറകെ കർത്താവ് തന്നെ നേരിട്ടവിടെ വരികയാണ്. അതെത്രയോ അനുഗ്രഹിക്കപ്പെട്ട ആശ്ചര്യകരമായ കാര്യമാണ്. നോക്കൂ, ലൂക്കോസ് 10:2 കൂടെ വായിച്ചാട്ട്. കൊയ്ത്ത് വളരെ ഉണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് തന്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പീൻ. പോകുവീൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആമേൻ. സഞ്ചിയും പൊക്കണവും. മതി. എന്നെ വീണ്ടും അത്ഭുതപ്പെടുത്തിയ വാചകമാണ് ഇപ്പൊ വായിച്ചത്. ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടിനെ പോലെ. ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ. ഒരു ചെന്നായും 100 കുഞ്ഞാടും ഉണ്ടെങ്കിൽ ഈ 100 കുഞ്ഞാടും കൂടെ കൂടിയാൽ ചെന്നായ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ഈ ചെന്ന ഒരുത്തം വിചാരിച്ചാൽ ഈ 100 കുഞ്ഞാടിനെയും തവിട് പൊടിയാക്കാം. ഇങ്ങനത്തെ ചെന്നായ്ക്കളുടെ നടുവിലോട്ട് കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. എന്തൊരു പ്രയോഗമാണ് കർത്താവ് പറഞ്ഞത്. അതൊന്നും ചൊവ്വെ മനസ്സിലാക്കാത്തത് ഒരു കണക്കിന് നന്നായി. ചൊവ്വെ മനസ്സിലാക്കിയ പോകാൻ പറ്റുകയില്ല. സ്തോത്രം. ചോര പൊടിയാതെ ഈ പരിപാടി നടക്കുകയില്ലെന്ന് എത്ര വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, എത്ര വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ചെന്നായ്ക്കളുടെ നടുവിൽ. ഇനി കുഞ്ഞാട് എന്ന ആശയം പ്രതിരോധ ശക്തിയില്ലാത്ത,
എതിർക്കാൻ കഴിവില്ലാത്ത, ആയുധ പരിശീലനം നേടാത്ത ഒരു ജീവിയാണ് കുഞ്ഞാട്. ബാക്കി ജീവികൾക്കൊക്കെ ആയുധമുണ്ട്, ആയുധ പരിശീലനമുണ്ട്. അവരുടെയൊക്കെ കയ്യിൽ റെഡിമെയ്ഡ് സാധനമുണ്ട്, അത് പ്രയോഗിക്കാനും ചെറുപ്പത്തിൽ തന്നെ അവർക്ക് പരിശീലനമുണ്ട്. പക്ഷെ ആടിനൊന്നുമില്ല. ആടിനെ കിട്ടുന്ന മേടിക്കാനല്ലാതെ, തല്ലുകൊള്ളാനല്ലാതെ ഒന്നും അതിനറിയത്തില്ല. ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെപ്പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതെ, സുവിശേഷകന്മാർ ഇന്ന് വരെ ആയുധ പരിശീലനം തുടങ്ങിയിട്ടില്ല. വേദപുസ്തകം പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ വേണമെങ്കിൽ ഒരു വർഷം ഒരു കായിക പരിശീലനം കൊടുക്കാമല്ലോ, അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇപ്പം നമുക്കുണ്ട്. പക്ഷേ ആ നിലയിലേക്ക് ഇതുവരെ ചിന്തിച്ച് തുടങ്ങിയിട്ടില്ല. കാരണം വാക്യം ഇതായതുകൊണ്ടാണ്, വാക്യം ഇങ്ങനെ ഉള്ളതുകൊണ്ടാണ്. പലരും അങ്ങനെയൊക്കെ ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തു. കാരണം ചെല്ലുന്നിടത്തെല്ലാം ഇങ്ങനെ തല്ലുകൊള്ളാൻ വേണ്ടി മാത്രം പോണോ? എതിർക്കാനുള്ളതൊന്ന് പഠിക്കുന്നത് നല്ലതല്ലേ? പക്ഷേ അങ്ങനെ പറയുമ്പോൾ ഈ പുസ്തകം കൊണ്ടുപോകാൻ പറ്റിയല്ല. ഈ പുസ്തകവുമായിട്ടാണ് പോകുന്നെങ്കിൽ ചെന്നായി ചെന്നായി തുടരട്ടെ, കുഞ്ഞാട് കുഞ്ഞാടായി തുടരട്ടെ. ഇനിയും സംഭവിക്കാൻ പോണ എന്നാണെന്നറിയാമോ? ചില ദിവസങ്ങൾ ഈ കുഞ്ഞാട് ചെന്നായുടെ അടുക്ക ചെന്ന് പതുക്കെ പോയി വന്ന് നിൽക്കും. ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ ചെന്നായി കുഞ്ഞാടായി മാറും. ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ ഒരു കുഞ്ഞാടും ചെന്നായി മാറിയിട്ടില്ല. ഒരുപാട് ചെന്നായി കുഞ്ഞാടായി മാറിയിട്ടുണ്ട്. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നീ അവരുടെ പക്ഷം ചേരുകയില്ല, അവർ നിന്റെ പക്ഷം ചേരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വരെയും ഒരു ചെന്നായും ഒരു കുഞ്ഞാടും ചെന്നായി മാറിയിട്ടില്ല. പക്ഷെ ഒരുപാട് ചെന്നായ്ക്കളെ കുഞ്ഞാടുകളാക്കി മാറ്റാൻ ഈ പാവപ്പെട്ട കുഞ്ഞാടുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 1 മുതൽ താഴോട്ട് വായിച്ചു വരുമ്പോൾ ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് കിടക്കുമെന്ന് എഴുതിയിട്ടുണ്ട്. ഞാനത് 2-3 പ്രാവശ്യം വായിച്ച് ചിരിച്ചു. ഒരുമിച്ച് കിടന്നാൽ നേരം വെളുക്കുമ്പോൾ ചെന്നായ്ക്ക് ഇച്ചിരി വണ്ണം വെക്കും, കുഞ്ഞാട് അവിടെ കാണുകയില്ല. ചെന്നായി കുഞ്ഞാട് ഒരുമിച്ച് കിടക്കും. അങ്ങനെ ഒരുമിച്ച് കിടന്നാൽ നേരം വെളുക്കുമ്പോൾ ഒരെണ്ണേ കാണുള്ളൂ, അത് ചെന്നായായിരിക്കും, കുഞ്ഞാടിനെ കാണാനില്ല. പക്ഷെ അതിന് മുകളിൽ എഴുതിയിരിക്കുമ്പോൾ വേറൊരാൾ അവിടെ ഉണ്ട്, യഹൂദാ ഗോത്രത്തിലെ സിംഹം. കർത്താവ് അവിടെ ഉണ്ട്. കർത്താവ് അവിടെ ഉണ്ടെങ്കിൽ ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് കിടക്കും. നേരം വിളക്കുമ്പോൾ രണ്ടുപേരും അവിടെ കാണും. എന്താ കാര്യം? കാര്യം നിസ്സാരമാണ്. ഈ കുഞ്ഞാടിൻ്റെ അതേ സ്വഭാവത്തിലേക്ക് ഈ ചെന്നായ്ക്ക് മാറ്റം വന്നു. ചെന്നായ്ക്ക് മാറ്റം വന്നില്ലെങ്കിൽ ഒരിക്കലും കുഞ്ഞാട് ചെന്നായുടെ കൂടെ കിടക്കത്തില്ല. ഈ മാറ്റം വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന മാറ്റമൊന്നുമല്ല. നമ്മൾ പുറമേ മാറ്റങ്ങളൊക്കെ വരുത്തിക്കോ, കുഴപ്പമൊന്നുമില്ല. മാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പം ചെന്നായുടെ മാറ്റം എന്ന് പറഞ്ഞാൽ ചെന്നായെ ഒന്ന് കംപ്ലീറ്റ് ഷേവ് ചെയ്താൽ ചെന്നായുടെ കൂടെ കുഞ്ഞാട് കിടക്കുമോ? മീശയൊക്കെ മാറ്റി നല്ല കുട്ടപ്പനാക്കിയ പെയിൻ്റ് അടിച്ചാലോ? കിടക്കുകയില്ല. ഈ ചെന്നായ്ക്ക് മാറ്റം വന്നെന്ന് കുഞ്ഞാടിന് തോന്നണം. ആ മാറ്റം എന്ന് പറയുന്നത് മീശയിലല്ല, ആശയിലാണ്. സ്വത്രം മനസ്സിലാകുന്നുണ്ടല്ലോ. ചെന്നായ്ക്കിപ്പോൾ മട്ടൻ താല്പര്യമില്ല, മുരിങ്ങക്ക വെണ്ടയ്ക്കൊക്കെ ഇഷ്ടം. ഈ മാറ്റം എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് മാറി, ഇൻട്രസ്റ്റ് മാറി. ഇതാ മാറ്റം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എന്ന് പറയുന്നത് അവൻ്റെ രുചി മാറിയെന്ന. രുചി മാറി, ഇൻട്രസ്റ്റ് മാറി, താല്പര്യം മാറി. അങ്ങനെ മാറ്റം വന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മാറ്റം ജീവിതത്തിൽ വന്നവർക്ക് എവിടെ പോയാലും ഒന്നും അവരെ ആകർഷിക്കുകയില്ല. കാരണം അവർക്ക് ഇതിനോടൊന്നും വലിയ രുചിയില്ല. പ്രൈസ് ദി ലോർഡ്. ഈ മാറ്റം സെൽഫ് ജീവിതത്തിൽ വന്നവർക്ക് മാത്രമേ സമൂഹത്തെ മാറ്റാൻ പറ്റത്തുള്ളൂ, സമൂഹത്തിൽ മാറ്റം വരുത്താൻ കഴിയുകയുള്ളൂ. അതെ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഹല്ലേലൂയ. എത്രയോ മാറ്റം ഈ സമൂഹത്തിന് വരുത്താൻ സുവിശേഷകന്മാർക്ക് കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ അർത്ഥം ഭയങ്കരമാണ്. ക്രൂരന്മാരും തീവ്രവാദികളും നിഷ്ഠൂരന്മാരുമായ ആളുകളെ രൂപാന്തരപ്പെടുത്തുന്ന സുവിശേഷമാണ് ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത് പ്രസംഗിക്കുവാൻ ആളുകളില്ലെങ്കിൽ ഈ സമൂഹം ക്രൂരന്മാരെ കൊണ്ട് നിറയും. സുവിശേഷത്തിന്റെ ദൂത് പ്രസംഗിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചതിനാൽ, ദൈവം നമ്മെ അഭിഷേകം ചെയ്തതിനാൽ
കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഞാൻ മുന്നോട്ട് പോകട്ടെ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷം നിമിത്തം ചെയ്യുന്നു. എന്താണ് അദ്ദേഹം സുവിശേഷത്തിൽ പങ്കാളിയാകാൻ ചെയ്തത്? അവിടെ പറഞ്ഞിരിക്കുന്ന 3 കാര്യമുണ്ട്. 1 കൊരിന്ത്യർ 9:23 നാം വായിച്ചത്. 1 കൊരിന്ത്യർ 9:23 ഒന്നും കൂടെ വായിക്കാം. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷ നിമിത്തം ചെയ്യുന്നു. ആ വാക്യത്തിന്റെ മുകളിൽ താൻ എന്തൊക്കെ ചെയ്തു എന്ന് എഴുതിയിട്ടുണ്ട്. 9-ാം അധ്യായം മുഴുവൻ വായിച്ചാൽ സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് അദ്ദേഹം സുവിശേഷം നിമിത്തം എന്തൊക്കെ ചെയ്തു എന്ന് എഴുതിയിട്ടുണ്ട്. അത് മുഴുവനും കൂടെ വെട്ടിച്ചുരുക്കി ഞാൻ 3 പറയാം. 1, ശമ്പളം നോക്കാതെ പ്രവർത്തിച്ചു. 9:1 മുതൽ ആ കാര്യമാണ് വിവരിച്ചു പറയുന്നത്. ആലയത്തിൽ ശുശ്രൂഷിക്കുന്നവൻ അവിടെ നിന്ന് അഹോവൃത്തി കഴിക്കണമെന്ന നിയമമുണ്ട്. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത്. ഇങ്ങനെയൊക്കെ വകുപ്പുള്ളപ്പോൾ, റൂളുള്ളപ്പോൾ, റൈറ്റ് ഉള്ളപ്പോൾ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല, ക്ലെയിം ചെയ്തിട്ടില്ല. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷം നിമിത്തം ചെയ്യുന്നു. സുവിശേഷം അറിയിക്കുമ്പോൾ സുവിശേഷ ഘോഷണത്തിലുള്ള അധികാരം മുഴുവൻ ഉപയോഗിക്കാതെ ഞാൻ സുവിശേഷ ഘോഷണം ചെലവ് കൂടാതെ നടത്തുന്നത് തന്നെ. എന്ന് പറഞ്ഞാൽ തന്നെ തീറ്റിപ്പോറ്റാൻ ബുദ്ധിമുട്ട് ആർക്കും വരത്തില്ല. ഞാൻ പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഞങ്ങളൊരു ക്രൂസൈഡ് നടത്താൻ 1-2 പ്രധാനപ്പെട്ട ആളുകളെ വിളിക്കുന്നതിനെ കുറിച്ചൊരു കമ്മിറ്റി കൂടിയപ്പോൾ ഒരാളെ ചുമതലപ്പെടുത്തി വിളിക്കാൻ അദ്ദേഹം പോയേച്ച് വന്ന് പറഞ്ഞു, 2 ലക്ഷം രൂപ അങ്ങ് കൊടുത്താൽ മതി, വന്നോളും, പാടുകയും പ്രസംഗിക്കുകയും ഒരുമിച്ച് ചെയ്തോളും. ഞാൻ പറഞ്ഞു, പൗലോസ് അപ്പോസ്തലനെ വിളിക്കാലാവോ? ക്ഷമിക്കണം, ആരാ പേര് ഒന്നും ചോദിക്കണ്ട. പൗലോസിനെ നിങ്ങളൊരു യോഗത്തിന് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭാരം വരികയില്ല. അത് ഉറപ്പ് ഞാൻ എഴുതി തരാം. പൗലോസിനെ നിങ്ങളൊരു മീറ്റിങ്ങിന് വിളിച്ചാൽ നിങ്ങൾക്ക് അയാൾ ഭാരം വരുത്തുകയില്ല. എങ്ങനെയും സുവിശേഷം അറിയിക്കണമെന്നോർത്ത ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ഒരു മിഷണറി നമുക്കുണ്ടായിരുന്നു. അതാണ് ഈ വാക്കുകളുടെ എല്ലാം അർത്ഥം. അതാണ് ഈ വാക്കുകളുടെ എല്ലാം അർത്ഥം. ഒരു നിവൃത്തിയില്ലെങ്കിൽ അറിയാവുന്ന ജോലി ചെയ്തിട്ടെങ്കിലും ഞാൻ സുവിശേഷം അറിയിക്കും എന്ന പ്രിൻസിപ്പിൾ ഉള്ള മനുഷ്യനായിരുന്നു പൗലോസ്. അതിൽ നിന്ന് എവിടെയെങ്കിലും അധപ്പതനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തപ്പെട്ട കാലം അധികരിച്ചിരിക്കുന്നു. അദ്ദേഹം ശമ്പളം എന്ന ചിന്തയെ മാറ്റിക്കളഞ്ഞു. രണ്ടാമത്തേത് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ എല്ലാവർക്കും എന്നെ തന്നെ ദാസനാക്കി. ഭരിക്കുന്നവൻ, ഭരണകർത്താവ്, ലീഡർ തുടങ്ങിയുള്ള പദങ്ങളും അതിനുവേണ്ടിയുള്ള പരാക്രമങ്ങളും നിറഞ്ഞു നിൽക്കുന്ന സഭാന്തരീക്ഷത്തിൽ ഈ വാക്കുകൾ നമ്മെ വെല്ലുവിളിക്കുകയാണ്. സുവിശേഷത്തിനു വേണ്ടി ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും നേതാവാക്കി എന്നല്ല, ഞാൻ എല്ലാവർക്കും എന്നെ തന്നെ ദാസനാക്കി. ഈ കാലഘട്ടം ആളുകൾ ഭയങ്കരമായി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പരക്കം പായുന്ന കാലമാണ്. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരനാണ് രംഗത്തേക്ക് വന്നേ ഉള്ളൂ. ഏതെങ്കിലും ഒരു പൊസിഷൻ കിട്ടിയിരുന്നേ കർത്താവിന്റെ പേര് ചെയ്യാമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ നിനക്ക് തെറ്റി. എന്ന് കിട്ടുന്നോ അന്ന് വേല തീരും. ആരോ ക്ഷുദ്രം ചെയ്ത് മയക്കി. ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, ഇത് ഭയങ്കര ക്ഷുദ്രമാണ്. സുവിശേഷ വേല ചെയ്യുവാൻ നിങ്ങൾക്കൊരു പൊസിഷൻ വേണ്ട, നിങ്ങൾക്കൊരു സ്പിരിറ്റ് മാത്രം മതി. സുവിശേഷ വേല ചെയ്യാൻ നിങ്ങൾക്കൊരു പൊസിഷൻ വേണ്ട, നിങ്ങൾക്കൊരു അഭിഷേകം മാത്രം മതി. ഇത് പറഞ്ഞില്ലെങ്കിൽ എങ്ങനെ അറിയും? ചെറുപ്പക്കാരുടെ മുഴുവനും മനസ്സിൽ
ഈ വിഷം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു സ്ഥാനത്ത് വന്നിരുന്നെങ്കിൽ എനിക്ക് ദൈവവേല ചെയ്യായിരുന്നു. തെറ്റാണത്. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ് വേണ്ടത്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങൾക്ക് ലഭിച്ചാൽ അത് നിങ്ങളെ സുവിശേഷകനാക്കി മാറ്റും. നിങ്ങളുടെ വാക്കുകളിൽ ദൈവം തീ അയക്കാൻ തുടങ്ങും. നിങ്ങളുടെ വാക്കുകൾക്കകത്ത് ദൈവം തീ അഗ്നി അയക്കാൻ തുടങ്ങും. അത് വലിയ വിടുതലുണ്ടാക്കും. ഞാൻ എന്നെ തന്നെ ദാസനാക്കി സുവിശേഷത്തിന് വേണ്ടി. ഞാൻ എന്നെ തന്നെ ദാസനാക്കി. ഞാൻ ഈ പറയുന്ന കാര്യം ചെറുപ്പക്കാർ നോട്ട് ചെയ്തോണം. വല്ലാത്ത തെറ്റിക്കുന്ന ഒരു സമ്മർദ്ദം സാത്താൻ സഭാമണ്ഡലത്തിൽ അഴിച്ചുവിട്ടിട്ടുണ്ട്. സഭയ്ക്ക് ഭരണകർത്താക്കൾ ആവശ്യമുണ്ട്, അത് നടന്നോളും. പക്ഷെ സുവിശേഷം അറിയിക്കാൻ ദൈവം നിന്നെ വിളിച്ചെങ്കിൽ അതിനിപ്പോ ഈ ഉള്ളത് മതി. ദൈവത്തിന്റെ വചനത്തിൽ ഒരു നിശ്ചയം പ്രാപിക്കുക, പരിശുദ്ധാത്മാവിന്റെ നിയോഗം പ്രാപിക്കുക, സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകാൻ അത് മതി. ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി. പൗലോസ് ചെയ്ത മൂന്നാമത്തെ കാര്യം സാംസ്കാരിക താദാത്മ്യം പ്രാപിച്ചു. അവിടെ ഇങ്ങനെ വായിക്കുന്നു, യഹൂദന്മാരെ നേടേണ്ടതിന് ഞാൻ യഹൂദന്മാർക്ക് യഹൂദനെ പോലെയായി. ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവനല്ല എങ്കിലും കീഴുള്ളവർക്ക് അവരെ പോലെ ഞാൻ ആയി. ഓരോ സ്ഥലത്തും ഓരോ കൾച്ചറാ. കുമ്പനാട്ടെ കൾച്ചർ, അടൂരെ കൾച്ചർ, തിരുവല്ലയിലെ സംസ്കാരം ലോകം മുഴുവൻ കൊണ്ടുവരാൻ സാധ്യമല്ല. പക്ഷേ യേശുവിനെ കൊടുക്കുന്നതിന് ഇത് നിർബന്ധമല്ല. ഇത് നിർബന്ധമല്ല. ഭക്ഷണ രീതി മുഴുവൻ മാറ്റാൻ പറ്റുകയില്ല, വസ്ത്രരീതി മുഴുവൻ മാറ്റാൻ പറ്റുകയില്ല, മുടിയുടെ രീതി മുഴുവൻ മാറ്റാൻ പറ്റുകയില്ല. പക്ഷെ രക്ഷിക്കുന്ന യേശുവിനെ കൊടുക്കുന്നതിന് ഇതൊന്നും ഒരു തടസ്സമല്ല. ഞാൻ അവരെ പോലെയായി. അവരുടെ സാഹചര്യത്തോട് ഞാൻ ഇണങ്ങിച്ചേർന്നു. എന്റെ നാട്ടിൽ ഞാൻ പരിചയിച്ച പല രീതികളും തൽക്കാലം ഞാൻ മാറ്റേണ്ടി വന്നു. എന്തിന്? അവർക്ക് യേശുവിനെ കൊടുക്കുവാൻ. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷം നിമിത്തം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, അടുത്ത ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മെക്കുറിച്ച് വേദപുസ്തകം പറഞ്ഞിട്ടുള്ള ഉപമാനങ്ങൾ എടുത്താൽ അതെല്ലാം സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിലേ വരികയുള്ളൂ. ഒന്ന്, മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പ്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പ്. മത്തായി സുവിശേഷം 5-ാം അധ്യായം 13-ാം വാക്യം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തൊന്നുകൊണ്ട് രസം വരുത്താം. അടുത്ത വാക്യം കൂടെ. പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകും. കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്, ഒരു വിശ്വാസിയെ കുറിച്ചാണ്. നാടൻ ഭാഷ പറയുമ്പോൾ ഒരു ക്രിസ്ത്യാനിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നീ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ നീ ലോകത്തിന്റെ വെളിച്ചമായിരിക്കണം, ഭൂമിയുടെ ഉപ്പായിരിക്കണം. ഇത് രണ്ടും അന്വർത്ഥമാകണമെങ്കിൽ നിങ്ങൾ സുവിശേഷകരാകണം. ഇത് രണ്ടും അന്വർത്ഥമാകണമെങ്കിൽ നിങ്ങൾ സമൂഹത്തെ സ്വാധീനിക്കണം. ഉപ്പ് സമൂഹത്തെ സ്വാധീനിക്കുന്നു. നിങ്ങൾ ഭൂമിയുടെ ഉപ്പ് എന്ന് കർത്താവ് പറഞ്ഞത് അന്വർത്ഥമാകണമെങ്കിൽ നിങ്ങൾ സുവിശേഷകർ ആകണം. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം എന്ന് കർത്താവ് പറഞ്ഞത് അന്വർത്ഥമാകണമെങ്കിൽ നിങ്ങൾ ലോകത്തെ സ്വാധീനിക്കണം. ഈ തലമുറയ്ക്ക് വെളിച്ചം കൊടുക്കുവാൻ, ഈ തലമുറയ്ക്ക് ജീവൻ കൊടുക്കുവാൻ, വഴി കാണിക്കുവാൻ, സ്വാധീനിക്കുവാൻ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നു. വേഗത്തിൽ ഞാൻ പറഞ്ഞു പോകുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം ഒരൊറ്റ വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു, മുന്തിരിവള്ളി കൊമ്പ്. അതിനകത്ത് ബലം കായ്ക്കുക എന്ന വാക്ക് 8 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു.
ഇത് മുഴുവൻ എന്തിനെ കുറിച്ച് പറയുന്നു? സുവിശേഷീകരണത്തെ കുറിച്ച്. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതുകൊണ്ട് എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. ഒരുവൻ എന്നിലും ഞാൻ അവനിലും വസിച്ചാൽ അവൻ വളരെ ഫലം കായ്ക്കും. നിങ്ങളെല്ലാം എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കും. കായ്ക്കുന്നതിനെ ചെത്തിവെടിപ്പാക്കും, കായ്ക്കാത്തതിനെ നീക്കിക്കളയും. ഇതിങ്ങനെ പല പ്രാവശ്യം വായിച്ചു, പല പ്രാവശ്യം കേട്ടു. ഒരു ചോദ്യം, എന്താ കർത്താവേ ബലം? എന്താ ബലം എന്ന് പറഞ്ഞാൽ എന്നാ? ബലം, നിങ്ങൾ ബലം കായ്ക്കണം, ബലം കായ്ക്കണം, ബലം കായ്ക്കണം. യോഹന്നാൻ 15:16 വരുമ്പോൾ നിങ്ങളെ തിരഞ്ഞെടുത്തത് നിങ്ങൾ പോയി ബലം വായിച്ചോ. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചും ഇരിക്കുന്നു. അപ്പോ എല്ലാം കൂടെ ഒറ്റ വാക്കിൽ ഒതുക്കാം. ബലം കായ്ക്കുന്നില്ലെങ്കിൽ നീ ഒരു വിശ്വാസിയല്ല. അപ്പൊ ഇനി ചോദിക്കണം, എന്താ ബലം? നമ്മുടെ മനസ്സിലോട്ട് ഓടി വരുന്ന സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വാസം, സൗമ്യത, ഇന്ദ്രിയജയം. ബലം കായ്ക്കുക എന്ന് പറഞ്ഞാൽ അതാണോ? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം വായിച്ചാൽ ഉത്തരം കിട്ടും. അതത് തരം വിത്തുള്ള ബലം കായ്ക്കുന്ന വൃക്ഷങ്ങളെ ദൈവം ഭൂമിയിൽ നിന്ന് മുളച്ചു വരുമാറാക്കി. ബലം എന്ന് പറഞ്ഞാൽ വിത്തെന്നാണ്. ഒരു മാവിൽ ഒരു ബലമുണ്ടായാൽ ആ മാവ് ആ ബലം കൊണ്ട് ആഗ്രഹിച്ചത് വേറൊരു മാവാ. നമ്മൾ അതിൻ്റെ പഴം പറിച്ച് തിന്നും. അതിൻ്റെ അകത്തെ സാധനം ഒരു ഏറ് കൊടുക്കും. അത് അവിടെ കിടന്ന് മുളച്ച് വേറൊരു മാവാവും. അതിൽ 10,000 മാങ്ങ ഉണ്ടാവും. ആ മാവിൻ്റെ ബലം എന്ന് പറയുന്നത് അതിൻ്റെ സീഡാണ്. അതിനകത്തൊരു മാവിരിപ്പുണ്ട്. അത് നമുക്കൊന്നും കാണാൻ മേല. അത് തമ്പുരാന്റെ വലിയ അത്ഭുതമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു മാവിൻ്റെ ഫലം മറ്റൊരു മാവാണെങ്കിൽ ഒരു വിശ്വാസിയുടെ ഫലം മറ്റൊരു വിശ്വാസിയാ. ഒരു പെന്തിക്കോസുകാരന്റെ ഫലം മറ്റൊരു പെന്തിക്കോസുകാരനാ. അങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്നവർ എത്ര പേര് ബലം കായ്ക്കുന്നുണ്ടെന്ന് ഇപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി. നിങ്ങൾ വന്ന ശേഷം നിങ്ങളിലൂടെ എത്ര പേര് ചർച്ചിലേക്ക് വന്നു? അതിനുത്തരം കിട്ടിയില്ലെങ്കിൽ തിരിച്ചു ചിന്തിക്കുക, എത്ര പേര് ചർച്ചിൽ നിന്ന് പോയി? രണ്ടിലേതിനേലും ഉത്തരം കിട്ടും. നിങ്ങൾ വന്ന ശേഷം നിങ്ങളുടെ സ്വാധീനത്താൽ എത്ര പേര് ചർച്ചിലോട്ട് വന്നു? അതിനുത്തരം കണ്ടെത്തണം. അതിനുത്തരം കണ്ടെത്താതെ ആണ്ടവസാന യോഗത്തിൽ സാക്ഷ്യം പറയുന്നതിൽ ഒരു കഥയുമില്ല. അങ്ങനെ വന്നാൽ ഇപ്പോൾ ചർച്ചിലിരിക്കുന്ന ഒരാൾ ഒരു ബലം, ഒരുപാട് ബലമൊന്നും വേണ്ട, ഒരാൾ ഒരു ബലം കായ്ച്ചാൽ നമ്മുടെ ഹോൾ അടുത്ത കൊല്ലം പൊളിച്ചു പണിയേണ്ടി വരും. കാരണം ഇരട്ടിയാകുകയല്ലേ. ഒരാൾ ഒരു ബലം കായ്ച്ചാൽ മതി. ഒരു വർഷത്തിൽ ഒരു ഫ്രൂട്ട് വെച്ച് ഓരോ വിശ്വാസിയും കായ്ച്ചാൽ ചർച്ചിന്റെ സ്ഥിതി എന്താവും? കേരളത്തിന്റെ സ്ഥിതി എന്താവും? ഇന്ത്യയുടെ സ്ഥിതി എന്താവും? അപ്പൊ ബലം കായ്ക്കണം, ബലം കായ്ക്കണം എന്നിങ്ങനെ പറയുന്നതല്ലാതെ ബലം എന്താന്ന് നമുക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. ഫലം എന്ന് പറയുന്നത് അതത് തരം എന്ന് പറഞ്ഞാൽ മദ്യപാനിയായ മനുഷ്യൻ വിശ്വാസത്തിൽ വന്നാൽ അതത് തരം ഫലം മദ്യപാനിയെ വിശ്വാസി കൊണ്ടുവരാൻ എളുപ്പമുണ്ട്. പാരമ്പര്യവാദിയായവൻ വിശ്വാസത്തിൽ വന്നാൽ പാരമ്പര്യത്തിൽ കുടുങ്ങിക്കിടക്കുന്നവനെ വിശ്വാസി കൊണ്ടുവരാൻ എളുപ്പമുണ്ട്. തീരാ രോഗത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട് വന്നവൻ, രക്ഷിക്കപ്പെട്ടവൻ, സൗഖ്യം കിട്ടിയവന് രോഗികളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ സാധ്യത കൂടുതലുണ്ട്. ചെറുപ്പക്കാരൻ മുമ്പോട്ട് വന്നാൽ ചെറുപ്പക്കാരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അതത് തരം വിത്തുള്ള ഫലം. നിങ്ങൾ ബലം കായ്ക്കുന്നില്ലെങ്കിൽ വെട്ടിക്കളയും, നീക്കിക്കളയും. ബലം കായ്ക്കുന്നതിനെ ചെത്തും വെടിപ്പാക്കും. രോഗവും ദുഃഖവും പ്രയാസവും സാമ്പത്തിക കഷ്ടവും ഒക്കെ വരും. ചെത്തി വെടിപ്പാക്കും, വേദനയിലൂടെ കടന്നു പോകും. എന്തിനാണെന്നറിയാമോ? അധികം ഫലം കായ്ക്കേണ്ടതിന്. എന്നാൽ ബലം കായ്ക്കാത്തതിനെ നീക്കിക്കളയും. യോഹന്നാൻ 15 പഠിച്ചപ്പോ ഞെട്ടിപ്പോയി. ബലം കായ്ക്കുന്നില്ല, നീക്കിക്കളയും. അതിൻ്റെ ശരിയായ അർത്ഥം പറഞ്ഞ ആത്മാക്കളെ നേടുന്നില്ലെങ്കിൽ സഭയ്ക്ക് പുറത്ത് പോകുമെന്ന്. നിങ്ങൾ നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ് നിങ്ങൾ ആത്മാക്കളെ നേടുക എന്നുള്ളത്. നിങ്ങൾ സുവിശേഷത്തോട് ബന്ധപ്പെട്ട് വളർന്നു വരുന്നില്ലെങ്കിൽ നിങ്ങൾ സഭയെ പോലും കാണുകയില്ല കുറെ കഴിയുമ്പം. അഥവാ ഉണ്ടെങ്കിലും ഒരു ശല്യമായിരിക്കും. സ്തോത്രം. ബലം കായ്ക്കുന്നില്ല, നീക്കിക്കളയും. അത് കഴിഞ്ഞ് അത് കൂട്ടി തീയിലിടും.
അതുകൊണ്ട് നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ സുവിശേഷകരായി മാറണം. ഫുൾ ടൈമോ പാർട്ട് ടൈമോ അത് വേറൊരു കാര്യം. നിങ്ങൾ സുവിശേഷത്തോട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളൊരു സഭാ മെമ്പർ പോലും ആകാൻ കഴിയാത്ത നിലയിലേക്ക് അതപ്പതിച്ചു പോകും. ഇങ്ങനെയാ ഇതിന്റെ കിടപ്പ്. ഫലം കായ്ക്കാത്ത കൊമ്പുകളെ നീക്കിക്കളയും. ഫലം എന്ന് പറഞ്ഞാൽ ആത്മാക്കളെ നേടുക എന്നാ. പിന്നെ ഫലത്തിന് രണ്ട് വശമുണ്ടല്ലോ. മാങ്ങായുടെ ആ വിത്ത് കൂടാതെ പുറം വശം ഉണ്ടല്ലോ, പുളി മധുരമൊക്കെ ഉള്ള. അതായിട്ട് എടുക്കാം. സ്നേഹം, സന്തോഷം, സമാധാനം ഒക്കെ എന്ന് പറഞ്ഞാൽ സ്വഭാവമാണ് ഒന്ന്, മറ്റൊന്ന് വിത്താണ് അഥവാ ആത്മാക്കളാണ്. അപ്പോൾ നമ്മെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഈ ഉപമാനങ്ങൾ എടുത്താലും നമ്മൾ എല്ലാവരും സുവിശേഷത്തിൻ്റെ പങ്കാളികൾ ആകണം എന്ന് തിരുവചനം നമ്മോട് ശക്തമായിട്ട് ഓർപ്പിക്കുന്നു. അടുത്ത ഞാൻ ഓർപ്പിക്കാൻ പോകുന്നത്, നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ എല്ലാം സുവിശേഷത്തിൽ പങ്കാളിയാകാൻ വേണ്ടിയാ. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാം വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. ആമേൻ. ഒന്നുകൂടെ വായിച്ചാട്ടെ ദൈവദാസനെ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. ആകുന്നില്ലെങ്കിലോ? രണ്ടുത്തരമാണ്. ഒന്നെങ്കിൽ പ്രാപിച്ചത് പരിശുദ്ധാത്മാവിനെ അല്ല, അല്ലെങ്കിൽ വക മാറ്റി ചെലവഴിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ഇവിടെ ഒരു പാലം പണിയാൻ വേണ്ടി ഒരു കോൺട്രാക്ടർ വർക്കെടുത്തു. പാലം പണി പതുക്കെ പതുക്കെ നടക്കുന്നുണ്ട്, പക്ഷെ നീണ്ടു പോവുക. പക്ഷെ ഇങ്ങനെ വീട്ടിലൊരു വലിയ വീട് 2 നില ഉയർന്നു. ഉടനെ നിങ്ങൾ പറയാം, അയാൾ പാലം പണിതില്ലേലും വീട് പണിതല്ലോ, മാന്യനാ കേട്ടോ, സിമെന്റ് വെറുതെ ഇരുന്ന് പോയില്ലല്ലോ, നല്ലൊരു വീട് വെച്ചിട്ടുണ്ട് എന്ന് പറയുമോ? വക മാറ്റി ചെലവഴിച്ചവൻ ജയിലിൽ പോവും. പലര് പോയി, ഇനിയും ചിലർ പോകാൻ പോകണം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് കൈ കൊട്ടാനാണെന്ന് ഈ ബൈബിളിൽ ഞാനിതുവരെ കണ്ടിട്ടില്ല. പിന്നെ കൈ കൊട്ടിക്കോ, കൈയെങ്കിലും കൊട്ട, അതുകൂടെ ഇല്ലേ പിന്നെ നമ്മളെ എന്തിനു കൊള്ളാം. അതുകൊണ്ട് ഇരുന്നോട്ടെ, കൈ കൊട്ടിക്കോ. പക്ഷെ കൈ കൊട്ടാനല്ലല്ലോ പരിശുദ്ധാത്മാവിനെ തന്നത്. സ്തോത്രം. മറുഭാഷ പറയാനും അല്ല, മറുഭാഷയും പറഞ്ഞോളൂ, സാക്ഷീകരണത്തിനാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ലോകം മുഴുവൻ എൻ്റെ സാക്ഷികളാണ്. അപ്പോൾ പരിശുദ്ധാത്മ ശക്തി നമുക്ക് തന്നത്, ശക്തി എന്ന വാക്ക് തന്നെ എടുത്താൽ നമുക്ക് കഴിയാത്തത് ചെയ്യാനാണല്ലോ ശക്തി വേണ്ടത്. കൈകൊട്ടാൻ നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമല്ലേ? അല്ലേ? നമുക്ക് തന്നെ മേലാത്ത കാര്യം എന്താണെന്നറിയാമോ? ചെന്നായെ കുഞ്ഞാടാക്കാനാ. ചെന്നായ്ക്കളുടെ നടുവിൽ പോകണമെങ്കിൽ പരിശുദ്ധാത്മ ശക്തി വേണം. വിവിധ ഭാഷക്കാരെ ഫേസ് ചെയ്യുവാൻ, വിവിധ കാലാവസ്ഥയെ അതിജീവിക്കുവാൻ, വിവിധ നിയമങ്ങളെ മറികടക്കുവാൻ ശക്തി വേണം. അതാണ് അതിന്റെ അർത്ഥം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ഭാഷയുടെ അതിർവരമ്പുകളെ ഭേദിക്കുവാൻ ശക്തി കിട്ടും. കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ ശക്തി കിട്ടും. ഗവൺമെന്റിന്റെ നിയമങ്ങളെ അതിജീവിക്കുവാൻ ശക്തി കിട്ടും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി കിട്ടും. അപ്പോൾ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ ഇന്നുവരെ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ ഈ ശക്തി നിങ്ങളെ ശക്തരാക്കും. അങ്ങനെയാണ് വില്യം കേറി തണുപ്പ് രാജ്യത്തുനിന്ന് വന്ന തീ പോലെ കത്തുന്ന കൽക്കട്ടയിൽ താമസിച്ച് ഇന്ത്യൻ ഭാഷകളെ മുഴുവൻ കൈവശത്താക്കി ഭാഷകൾ മാറ്റി മാറ്റി വേദപുസ്തകം തർജ്ജമ ചെയ്യുവാൻ ഒരു മനുഷ്യന് സാധിച്ചെങ്കിൽ പരിശുദ്ധാത്മ ശക്തിയല്ലാതെ ഏത് ശക്തിയാ? അതുകൊണ്ട് പ്രിയരെ,
പരിശുദ്ധാത്മാവിനെ തന്നതും സുവിശേഷീകരണത്തിനാണ്. കർത്താവിനെ സാക്ഷിക്കാത്തവൻ കൈകൊട്ടുന്നതിൽ വലിയ കഥയൊന്നുമില്ല. ദൈവവചനം മനസ്സിലാക്കിയിട്ട് പരിശുദ്ധാത്മ നിറവിനെ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നാം ഇനിയും സുവിശേഷം എത്താത്ത സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുവാൻ ഇറങ്ങിപ്പോകും. നമുക്കുള്ളതെല്ലാം നാം സുവിശേഷത്തിന് വേണ്ടി മുടക്കുവാൻ നമ്മുടെ ഉള്ളിൽ വലിയ വാഞ്ച ഉണ്ടാകും. പരിശുദ്ധാത്മാവിനെ തന്നത് സത്യസന്ധമായും സാക്ഷീകരണത്തിന് വേണ്ടി അത്രേ. പരിശുദ്ധാത്മാ അഭിഷേകം തന്നത് സുവിശേഷീകരണത്തിന് വേണ്ടി അത്രേ എന്ന് ഈ വാക്യം വ്യക്തമായി പറയുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ സാക്ഷികൾ ആകും. സ്തോത്രം. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ ഒടുവിൽ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ടെന്ന് സുവിശേഷം അറിയിക്കാൻ പോകുന്നവർക്ക് മാത്രമുള്ള വാഗ്ദത്തം. അത് നമ്മൾ സുഖമില്ല വരുമ്പോഴൊക്കെ ഇത് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചോ, പക്ഷെ ആ വാഗ്ദത്തം ആർക്കുള്ളതെന്നറിയാവോ? സുവിശേഷകർക്കുള്ളതാണ്. അപ്പോൾ ദൈവിക വാഗ്ദത്തങ്ങൾ നമുക്ക് ഇഫക്റ്റീവ് ആകണമെങ്കിൽ നാം സുവിശേഷത്തിന്റെ സാക്ഷികളാകണം. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും ആരുടെ കൂടെയുണ്ട്? സുവിശേഷം അറിയിക്കുന്നവരുടെ കൂടെയുണ്ട്. എന്തിനാ അങ്ങനെ പറഞ്ഞെന്നറിയാവോ? പുതിയ നിയമത്തിലെ പ്രോമിസ് നമുക്ക് പ്രയോജനപ്പെടണമെങ്കിൽ നമ്മൾ സുവിശേഷത്തിന്റെ വക്താക്കൾ ആകണം. ഒടുവിൽ ഒരു കാര്യം കൂടെ പറയാം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം ഒടുവിലേക്ക് വരുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു: എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ. കിട്ടിയെങ്കിൽ വായിച്ചോ. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ആമേൻ. എത്ര നല്ല വാക്യ. വീട്ടിലൊക്കെ എഴുതി വെക്കാൻ കൊള്ളാം. വീട് പ്രതിഷ്ഠയ്ക്കൊക്കെ പോകുമ്പം ഈ വാക്യബോർഡ് ഒരെണ്ണം മേടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു. ഞാൻ ഈ വാക്യം പണ്ട് പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്താണ് അതിൻ്റെ ശരിയായ വെളിപ്പാട് കിട്ടിയത്. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ട്. ആരുടെ ബുദ്ധിമുട്ടാണെന്ന് കാണിക്കാം. വാക്യം 15. ഫിലിപ്പിയരെ, സുവിശേഷ ഘോഷണത്തിന്റെ ആരംഭത്തിൽ ഞാൻ മക്കദോനിയയിൽ നിന്ന് പുറപ്പെട്ടാറെ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല. അവരോടാ പറഞ്ഞ് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ. ഈ വാക്യം വീട്ടിൽ വെക്കരുത്. മനസ്സിലായോ? സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് മിഷൻ ഫീൽഡിലേക്ക് പൈസ കൊടുക്കാത്തവരാരും ഈ വാക്യം വീട്ടിൽ വെക്കരുത്. മിഷൻ ഫീൽഡിലേക്ക് ഒരു 5000 രൂപ വെച്ച് മാസം അയക്കുകയാണെങ്കിൽ വാക്യ ബോർഡ് ഞാൻ മേടിച്ചു തരാം. സോദരം, വിഷമം തോന്നണ്ട. എല്ലാ വാക്യവും എല്ലാവർക്കും എടുക്കാം. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. ഒന്നുമില്ലാതിരിക്കുന്നതിനേക്കാൾ ഒരു വാക്യം വെച്ചു. പക്ഷെ വാക്യം ആരോടാ പറഞ്ഞെന്ന് മറക്കരുത്. ഫിലിപ്പിയരെ ഒന്നുകൂടെ വായിച്ചേ. ഫിലിപ്പിയരെ, സുവിശേഷ ഘോഷണത്തിന്റെ ആരംഭത്തിൽ ഞാൻ മക്കദോന്യയിൽ നിന്ന് പുറപ്പെട്ടാറെ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങളും അറിയുന്നു. അതിന്റെ അർത്ഥം എന്നാ? വേറെ സഭയുണ്ട്, അവരെന്നാ ചെയ്തുകൊണ്ടിരിക്കുകയെന്നറിയോ? അവരുടെ സഭയുടെ ഇപ്പോഴത്തെ മാർബിൾ മാറ്റിയിട്ട് പുതിയ ഗ്രാനൈറ്റ് ഇട്ടുകൊണ്ടിരിക്കുക. പിന്നെ ഹോളെല്ലാം എയർ കണ്ടീഷൻ നല്ലതാണ്. ഹോളൊക്കെ എയർ കണ്ടീഷൻ ആക്കുന്നത് നല്ലതാണ്. പിന്നെ മിറ്റം മുഴുവനും കൂടെ ടൈലിട്ട അതും നല്ലതല്ലേ. എന്നാൽ ഫിലിപ്പിയര് ഇപ്പൊ തൽക്കാലം ടൈലിടുന്നില്ല, ഫണ്ട് എടുത്തിട്ട് പുതിയ വേല സ്ഥലത്തേക്ക് കൊടുക്കുക. കേൾക്കുന്നുണ്ടോ? സ്തോത്രം. നമ്മൾ ഈ കാര്യത്തിൽ കണ്ണു തുറക്കണം. 1,00,000 രൂപ കൊടുത്തപ്പം 1,00,000 രൂപ കൊടുത്തപ്പം ബീഹാറിൽ ഒരു ഹോള്
ഈ മാസം ഉദ്ഘാടനം. ഇവിടെ ആ 1 ലക്ഷം കൊടുത്ത് ഇപ്പോൾ ഉള്ള ഹോളിന്റെ ബാത്റൂം ഡെക്കറേറ്റ് ചെയ്യുക. ശരിയാണോ ഞാൻ പറഞ്ഞത്? ഭംഗിയാക്കിക്കോ, പക്ഷേ ഫണ്ട് മുഴുവൻ അവിടെ ഇട്ട് തീർക്കരുത്. ഫണ്ട് മുഴുവൻ ഇതിന് പെയിന്റ് അടിച്ച് കളയരുത്. ഫണ്ട് ഉപയോഗിക്കേണ്ടത് സുവിശേഷീകരണത്തിനാണ്. ചർച്ചിന്റെ ഫണ്ട് മിസ്യൂസ് ചെയ്യുന്നു എന്ന കുറ്റം നമ്മുടെ മേൽ വരും. ഇത് ശാപമായിട്ട് തലമുറയ്ക്ക് വരും. സകല കുഴപ്പത്തിനും കാരണം ഫണ്ട് കെട്ടിക്കിടക്കുന്നതാണ്. ഫണ്ട് കെട്ടിക്കിടക്കുമ്പോഴേ ഈ ട്രഷററാകാൻ മത്സരം വരത്തുള്ളൂ. ഇല്ലേ, ആരെടുക്കാനാ? ഫണ്ടില്ലാത്ത പോസ്റ്റ് ആർക്ക് വേണം? ഈ ഫണ്ട് കുന്നുകൂടുന്നതിന് മുമ്പ് മിഷൻ ഫീൽഡിലേക്ക് വിടണം. ഫിലിപ്പിയരെ നിങ്ങൾ മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ എന്ന് പൗലോസ് പറയാം. നിങ്ങൾ മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ. എന്തോ ഒരു സഭകളുണ്ട്, ഒരു സഭയും ചെയ്തില്ല. പക്ഷെ ഫിലിപ്പിയര് ചെയ്തു. ഫിലിപ്പിയര് കൂടെ 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 പൗലോസ് പോകുന്നിടത്തോട്ടെല്ലാം പൈസ അയച്ചു കൊടുക്കും. എൻ്റെ യാത്രയിൽ, എൻ്റെ മിഷൻ യാത്രയിൽ നിങ്ങൾ മാത്രമേ എനിക്ക് പണം അയച്ചു തന്നിട്ടുള്ളൂ. എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, പക്ഷെ നിങ്ങൾ ചെയ്തത് ഞാനൊന്ന് എടുത്തു പറയുക. ഇങ്ങനെ എഴുതി വന്നേച്ച ഒരു വാചകം, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ, ആ വാക്യമൊക്കെ എടുത്തു വെച്ച് നമ്മൾ വെറുതെ മിസ്യൂസ് ചെയ്യുക. സ്വതന്ത്രം നമ്മുടെ വീട്ടാവശ്യത്തിന്റെ കാര്യത്തിനാണ് ഈ വാക്യം എടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നത്. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും. 12,000 സ്ക്വയർ ഫീറ്റ് വീട് പണി തുടങ്ങിയിട്ട് തീരാതെ വന്നപ്പോഴാണ് ഈ വാക്യം പറയുന്നത്. മിഷൻ ഫീൽഡിലേക്ക് പണം കൊടുത്തവരോടാണ് പൗലോസ് അത് പറഞ്ഞത്. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും. ഞാൻ എന്താ പറഞ്ഞു വന്നതെന്നറിയാമോ? പരിശുദ്ധാത്മാവിനെ തന്നത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി. യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം വാഗ്ദത്തം ചെയ്തത് സുവിശേഷകർക്ക് വേണ്ടി. സാമ്പത്തിക ബുദ്ധിമുട്ട് തീർക്കുമെന്ന് പൗലോസ് പറഞ്ഞതും സുവിശേഷകർക്ക് വേണ്ടി. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിലെ മുഴുവൻ വാഗ്ദത്തവും സുവിശേഷത്തിന്റെ വക്താക്കൾക്ക് വേണ്ടി മാത്രം. ഇങ്ങനെയാണ് ഇതിന്റെ കിടപ്പ്. ഇത് തിരിച്ചറിഞ്ഞാൽ നല്ലത്. നമ്മുടെ ദേശത്തെ നിലവിലുള്ള സഭകൾ വിചാരിച്ചാൽ ഭാരത സുവിശേഷീകരണം വേഗത്തിൽ നടക്കും. ഞാൻ കേരളത്തിലുടനീളം പറഞ്ഞ ഒരു സത്യം വീണ്ടും പറയുന്നു. കൺവെൻഷനുകൾ നടന്നിടത്ത് തന്നെയാണ് നടക്കുന്നത്. നടക്കാത്തിടത്ത് നടത്താൻ ആരുമില്ല. നടന്നിടത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുക. ഇതൊരു കോൺഫറൻസ് ആണ്. ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്. സുവിശേഷ യോഗം നടന്നിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ ആര് നടത്തും? സുവിശേഷ യോഗം നടന്നിട്ടില്ലാത്ത സ്ഥലങ്ങൾ കേരളത്തിലുണ്ട്, ഇന്ത്യയിൽ ഒരുപാടുണ്ട്. ഒരിക്കൽ പോലും സുവിശേഷ യോഗം നടക്കാത്ത 10-12 സ്ഥലങ്ങളിൽ ഞങ്ങൾ ഈ കഴിഞ്ഞ വർഷം യോഗം നടത്തി. സുവിശേഷ യോഗം നടന്നിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ സുവിശേഷ യോഗം നടത്തുന്നില്ലെങ്കിൽ സുവിശേഷ യോഗത്തിന് വേണ്ടി മുടക്കുന്ന പണം ആളുകളെ പ്രീതിപ്പെടുത്താനല്ലേ മുടക്കുന്നേ? ദൈവത്തിന്റെ സന്നിധിയിൽ സത്യസന്ധമായി നമുക്ക് പറയാം, സുവിശേഷം എത്താത്തിടത്തേക്ക് നമ്മുടെ ഫണ്ടുകളെ നമുക്ക് തിരിച്ചുവിടാം. അതിന് വേണ്ടുന്ന ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുവാൻ ദൈവം സഹോദരന്മാരെ കണ്ണു തുറപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതെ, സുവിശേഷത്തിന്റെ പ്രചാരകരായി തീരുവാൻ ദൈവം നമ്മെ വിളിച്ചതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഇവിടെ വന്ന് നിങ്ങൾക്കെല്ലാവർക്കും സുവിശേഷത്തിലൊരു പങ്കാളിയാകുവാൻ ദൈവം അവസരം തരട്ടെ. എൻ്റെ ഈ സന്ദേശത്തിൻ്റെ സമാപനമായി ഇത്ര നേരം ഞാൻ പറഞ്ഞത് പല വാക്യങ്ങളെടുത്ത് ഉപദേശപരമായ കാര്യമാണ്. അത് വേദപുസ്തകവുമായിട്ട് ഇച്ചിരി ബന്ധമുള്ളവർക്കേ മുഴുവൻ മനസ്സിലാവുള്ളൂ. ഇനി ഞാനൊരു സിമ്പിൾ സംഭവത്തിൽ നിന്ന്, ഒരു കൊച്ചു സംഭവത്തിൽ നിന്ന് ഈ പറഞ്ഞ സത്യങ്ങളൊന്ന് വിവരിച്ച് ഈ മെസ്സേജ് അവസാനിപ്പിക്കും. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ ആ പാരഗ്രാഫ് പെട്ടെന്ന് വായിക്കാം. ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കവർന്നഹൂമിൽ ചെന്നു. അവൻ വീട്ടിൽ ഉണ്ടെന്ന് ശ്രുതിയായി. ഉടനെ വാതിക്കൽ പോലും ഇടമില്ലാത്തവണ്ണം പലരും വന്നുകൂടി. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. അപ്പോൾ 4 ആൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു.
പുരുഷാര നിമിത്തം അവനോട് സമീപിച്ചുകൂടായകയാൽ അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽപ്പൂര പൊളിച്ച് തുറന്ന് പക്ഷപാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ചില ശാസ്ത്രിമാർ ഇരുന്നു. അവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ പാപങ്ങൾ മോചിപ്പാൻ കഴിയുന്നവൻ ആർ എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു. ഇങ്ങനെ അവർ ഉള്ളിൽ ചിന്തിക്കുന്നത് യേശു ഉടനെ മനസ്സിൽ ഗ്രഹിച്ചു അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത്? പക്ഷപാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു. എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റു കിടക്കയെടുത്ത് എല്ലാവരും കാണെ പുറപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു. ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. നമുക്ക് പരിചയമായ ഈ സംഭവത്തിൽ നിന്ന് ഇന്നത്തെ വിഷയത്തോട് ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ ഓർപ്പിച്ച് ഈ സന്ദേശം അവസാനിപ്പിക്കും. ഇതിനെ നമുക്ക് വേണേ ഒരു ചർച്ചയായിട്ട് എടുക്കാം. ഒരു ചർച്ച. ഇവിടെ യേശു കർത്താവ് വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവ് ആ വീട്ടിൽ വന്നു. അവിടെ ഭയങ്കര ആൾക്കൂട്ടായി. വാതുക്കപ്പോലും സ്ഥലമില്ലാതെ പലരും വന്നുകൂടി. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. വചനം കേട്ടോണ്ടിരിക്കുന്ന ജനം, വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന യേശു. അപ്പം 2 ഗ്രൂപ്പായി. മൂന്നാമത്തെ ഗ്രൂപ്പ് സുഖമില്ലാതെ കിടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അവന് യോഗത്തിന് വരാൻ പറ്റുകയില്ല. അവനെ 4 പേര് കൂടി എടുത്ത് യോഗത്തിന് കൊണ്ടുവരിക. അവർ കൊണ്ടുവന്നപ്പോൾ സംഭവിക്കുന്ന എന്നാന്ന് ചോദിച്ചാൽ, പുരുഷാര നിമിത്തം അകത്തോട്ട് കയറാൻ പറ്റുന്നില്ല. ഇതിത്ര ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ അതിനെ ഒന്ന് വ്യാഖ്യാനിച്ച് കാണണം. വളരെ നേരമായിട്ട് കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുക. അവരുടെ അടുക്കലോട്ട് ഈ ആളെ എടുത്തോണ്ട് 2-4 ചെറുപ്പക്കാർ കൊണ്ടുവന്നപ്പോൾ ആ വശത്തുനിന്ന് അവർ വിശ്വാസികളോട് പറഞ്ഞു, ബ്രദറെ, ഒരു ഇച്ചിരി സ്ഥലം തരാവും, ഡിസ്റ്റർബ് ചെയ്യരുത്, വചനം കേട്ടുകൊണ്ടിരിക്കുക. ഉടനെ ഇപ്പുറത്ത് കൊണ്ടുവന്നു. അവർ പറഞ്ഞു, അനങ്ങാനൊക്കെയില്ല, നല്ല ദൂത, ഇതിനിടെ ശല്യം ചെയ്യാനൊക്കെയില്ല. ഇതിലേ വന്നു. ഒരു മനുഷ്യരും കയറ്റുകയില്ല. അപ്പോൾ ഈ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയാവോ? ഈ കൊണ്ടുവന്ന 4 പേര് വീട്ടുകാരനെ വിളിച്ചു. വീട്ടുകാരൻ വേഗം പുറത്ത് ചെന്നിട്ട്, കുഴപ്പമില്ല, മോളിൽ കയറിക്കോ, മോളിൽ കയറിയിട്ട് പൊളിച്ചോ, ഇറക്കിക്കോ. അല്ല സാറേ, ഇത് പൊളിച്ചാൽ കുഴപ്പമില്ല, ഞാൻ നന്നാക്കിക്കോളാം, ഇവൻ രക്ഷപ്പെടട്ടെ, എങ്ങനെയും അവൻ രക്ഷപ്പെടട്ടെ. സ്വതം പൊളിച്ചിറക്കി കൊണ്ടുവന്ന് വെച്ചു. അവൻ സൗഖ്യമായി. നമ്മൾ ഇതിനകത്ത് ഏതിൽ വരുമെന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ ഈ വർഷങ്ങളായിട്ട് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പാണോ? നമുക്ക് ഈ പുറത്തൊരുത്തൻ സൗഖ്യമാകണമെന്ന് താല്പര്യമുണ്ടോ? എന്തിനായി കേൾക്കുന്നത്? ആയുസ് കേൾക്കാത്ത ദൂത് കേൾപ്പിക്കണമെന്നാണ് പറയുന്നത്. എന്തിനാ കേൾക്കുന്നത്? എന്തിനാ ഈ കേട്ടിട്ട് എന്തെങ്കിലും ഒരു മാറ്റമുണ്ടോ? സ്തോത്രം. ഈ പക്ഷപാതക്കാരനെ കയറ്റുമൊന്നും വേണ്ട, കസേരയിൽ മുമ്പോട്ടൊന്ന് കയറിയിരിക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയില്ല. ഈ വെളിയിൽ നിന്ന് വരുന്നവർ മുമ്പിൽ വരികയില്ല. ഇവിടുത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇവിടെ ഇപ്പം എല്ലാവരും അകത്തുള്ളവരാ. പുതുതായിട്ട് വരുന്നവൻ ഫ്രണ്ടിലോട്ട് വരികയില്ല. നമ്മൾ ഫ്രണ്ടിലത്തെ കസേര ഒഴിച്ചിട്ടേക്കും. പറ്റുകയാണെങ്കിൽ ഒരു കസേര ബാഗും കൂടെ വെക്കും. എങ്ങനെ പുറത്തുനിന്നൊരാളെ രക്ഷിക്കും? ഇതാ 4 ചെറുപ്പക്കാർ. അവർ വചനം കേൾക്കുന്നില്ലേ? അവർ വചനം കേട്ടു, അത് പ്രാക്ടിക്കലാക്കുക. അവർ ഇതിനു മുമ്പ് കേട്ട വചനം വെച്ചിട്ട് അവർ പറഞ്ഞു, നമുക്കിന്ന് ആരെയും ഒരാളെ യോഗത്തിന് കൊണ്ടുവരണം. ഈ ഗതിയുള്ളവർ പോരുകയില്ല, എന്തെങ്കിലും കുഴപ്പമുള്ളവരെ വരത്തുള്ളൂ. ഒരു വീട്ടിൽ ചെന്നപ്പോൾ രോഗിയായ ഒരുത്തൻ കിടപ്പുണ്ട്. അവനോട് കാര്യങ്ങളെല്ലാം വിവരിച്ചു.
അവൻ പറഞ്ഞു, എന്നെ ഒന്ന് കൊണ്ടുപോകാമോ? എനിക്ക് തന്നെ വരാൻ നിവൃത്തിയില്ല. ഓക്കെ, ഞങ്ങൾ കൊണ്ടുപോകാം. അവൻ വീട്ടുകാരോടെല്ലാം പറഞ്ഞ് സമ്മതിപ്പിച്ച് അവനെ എടുത്ത് ചുമന്ന് കൊണ്ടുവന്നു. ഭയങ്കര റിസ്ക്കാണ്. അവനെങ്ങാനും പോകുന്ന വഴി വീണെങ്കിൽ ഇവരുടെ കഷ്ടകാലമാവും. അതിനെ എടുത്തുകൊണ്ട് അവർ കൊണ്ടുവന്നു. റിസ്ക് എടുക്കുക. അവർ വീട്ടിൽ വന്നപ്പോൾ കയറ്റത്തുമില്ല. ചർച്ചിൻ്റെ അവസ്ഥയായി കാണിക്കുന്നത്. ഇത് പറയുമ്പോൾ ഇച്ചിരി വിഷമം നമുക്കുണ്ടാകും. പക്ഷെ ഒരു സത്യം ഞാൻ പറയാം, നമ്മുടെ കേരളത്തിലെ സഭകൾ പുറത്തുനിന്നൊരാളെ സ്വീകരിക്കുന്ന കാര്യത്തിൽ വലിയ താല്പര്യമില്ല. എല്ലാ സഭകളുടെയും വാതിൽ അടച്ചിരിക്കുക. ഒരു രോഗിയെ കൊണ്ടുവന്നാൽ, ഒരു ബലഹീനനെ കൊണ്ടുവന്നാൽ, ഒരു തകർന്നവനെ കൊണ്ടുവന്നാൽ അവനോട് കരുണ കാണിക്കാൻ, അവന് വേണ്ടി സ്ഥലം കൊടുക്കാൻ ആർക്കും വലിയ താല്പര്യമില്ല. അങ്ങനെ വരുമ്പോൾ വലിയ ശാപത്തിലേക്ക് ഈ സമൂഹം മാറിപ്പോകും. സുവിശേഷത്തിന് വേണ്ടി അല്ലെങ്കിൽ എന്തിനാണ് ഈ ഹോളുകൾ? സുവിശേഷത്തിന് വേണ്ടി അല്ലെങ്കിൽ എന്തിനാണ് ഈ നന്മകൾ? ആ ചെറുപ്പക്കാരുടെ മനസ്സിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർ വളരെ കഷ്ടപ്പെട്ടു, അവർ ചുമന്നു, വിശ്വാസത്തോടെ ഇറങ്ങിത്തിരിച്ചു, തടസ്സങ്ങൾ നേരിട്ടു. പക്ഷെ ഒടുവിൽ അവർ ദൈവമഹത്വം കണ്ടു. മുന്നോട്ടിറങ്ങിയാൽ പ്രതികൂലമുണ്ടെങ്കിലും പ്രയാസമുണ്ടെങ്കിലും റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ മുന്നോട്ട് പോയാൽ ഒടുവിൽ ഒരു ദൈവമഹത്വം കാണാൻ ദൈവം നിന്നെ സഹായിക്കും. എനിക്ക് ഈ ചെറുപ്പക്കാരെ വളരെ ഇഷ്ടം തോന്നി. ഇന്നും ഒരു കൂട്ടം ആളുകൾ സുവിശേഷത്തിന് വേണ്ടി ചിലരെ ചുമക്കാൻ തയ്യാറായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവർക്കെന്താ ഇത്ര താല്പര്യം? അവരുടെ താല്പര്യത്തിന്റെ കാരണം അവരനുഭവസ്ഥരാകാൻ സാധ്യതയുണ്ട്. ഈ ചുമന്ന് അവിടെ കൊണ്ടുവന്നാൽ തിരിച്ചു ചുമക്കേണ്ടി വരികയില്ലെന്ന് അവർക്ക് നല്ല ഉറപ്പുള്ള കൊണ്ടാണ് അവർ ചുമക്കാൻ തയ്യാറായത്. ഞാനൊരു ദൂത് പറയാം, കർത്താവിന് വേണ്ടി ഒരു ചുമട് ചുമക്കാൻ നീ തയ്യാറായാൽ തിരിച്ചത് ചുമക്കേണ്ടി വരികയില്ല. ദൈവം ഒരു വിടുതൽ അതിനകത്ത് അയക്കും. സ്തോത്രം. ഈ 4 ചെറുപ്പക്കാരെ വളരെ പ്രശംസിക്കാം. അതുപോലെ തന്നെ പ്രശംസിക്കേണ്ട ആളാണ് ആ കുടുംബനാഥൻ. ആ കുടുംബനാഥനെ പറ്റി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ധ്യാനിക്കാൻ കഴിഞ്ഞു. ആ കുടുംബനാഥനെ പറ്റി ഒന്നാമത്തെ കാര്യം, ആ വീട്ടിൽ യേശു ഉണ്ട് എന്ന ശ്രുതി പരന്നു. നമ്മുടെ വീടിനെ കുറിച്ച് എന്ത് ശ്രുതി കഴിഞ്ഞ കാലങ്ങളിൽ പരന്നു? അവനെ കുറിച്ച് പരന്നത് യേശു ഉള്ള വീടെന്ന. നമ്മുടെ വീടിനെ കുറിച്ച് ദേശത്ത് എന്തെങ്കിലും ഒന്ന് പരക്കണം. യേശു ഉള്ള വീട്, പ്രാർത്ഥനയുള്ള വീട്, ആരാധനയുള്ള വീട്, സമാധാനമുള്ള വീട്, പ്രത്യാശയുള്ള വീട്, വെളിച്ചമുള്ള വീടെന്ന നമ്മുടെ വീടിനെ കുറിച്ചൊരു ശ്രുതി പരക്കട്ടെ. രണ്ടാമത്തെ കാര്യം, വാതിക്കപ്പോലും സ്ഥലമില്ലാതെ വന്നു കൂടണമെങ്കിൽ വീട്ടിലുള്ളവരുടെ ഹൃദയം വിശാലമാണ്, വീട്ടിലുള്ളവരുടെ മുഖം പ്രസന്നമാ. അല്ലെങ്കിൽ അങ്ങനെ വീട്ടിൽ ആള് വരികയില്ല. യേശു വന്നതുകൊണ്ടാ വന്നതെങ്കിലും വീട്ടുകാരൻ കോപ്പറേറ്റീവ് അല്ലെങ്കിൽ ആള് വരത്തില്ല. ആ കുടുംബനാഥൻ വളരെ ഡീസന്റ് ആണ്, അതുകൊണ്ട് അത്ര ആളവിടെ കൂടിയത്. ആളുകളുമായിട്ട് ബന്ധമുള്ളവനായിരുന്നു, അതുകൊണ്ടാണ് ആ വീട്ടിൽ ആള് കൂടിയത്. മൂന്നാമത്തെ കാര്യം, ഈ വീട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വിട്ടുകൊടുക്കുമ്പം ഇച്ചിരി നഷ്ടമൊക്കെ വരും. യോഗം കഴിഞ്ഞൊക്കെ ആളുകൾ പോയി കഴിയുമ്പോൾ വീട് കഴുകേണ്ടി വരും, തുടയ്ക്കേണ്ടി വരും, പല കാര്യങ്ങളും നഷ്ടപ്പെടും. നഷ്ടപ്പെടുന്നതിന് മനസ്സുള്ളവനായിരുന്നു ആ വീട്ടുകാരൻ. സ്തോത്രം. തീർന്നില്ല. ഒരു രോഗിയുടെ സൗഖ്യത്തിന് വേണ്ടി, ഒരു പാവപ്പെട്ടവന്റെ വിടുതലിന് വേണ്ടി വീടിന്റെ തട്ട് പൊളിച്ചു കൊടുക്കാൻ പോലും ആ മനുഷ്യൻ തയ്യാറായിരുന്നു. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകുവാൻ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിക്കുന്നു. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ തയ്യാറായാൽ ദൈവം വലുതവിടെ ചെയ്യും. ചിന്തിച്ച് ധ്യാനിച്ച് തീരുമാനം എടുക്കേണ്ട കാര്യമാണ്. ആ മനുഷ്യൻ വീടൊന്ന് തുറന്നു കൊടുത്തു, തട്ടൊന്ന് പൊളിച്ചു കൊടുത്തു. പക്ഷേ ദൈവം ചെയ്തത് 1 കോടി രൂപ മുടക്കിയാൽ നടക്കാത്ത അത്ഭുതമാണ് ദൈവം ആ വീട്ടിൽ ചെയ്തത്. നമ്മൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? നമ്മൾ ഒരൽപ്പ
അല്പം ഒന്ന് സുവിശേഷത്തിന് വേണ്ടി ചെലവിട്ടാൽ ദൈവം വലിയ കാര്യം അതിന്റെ പുറകിൽ ചെയ്യും. ദൈവം വലിയ കാര്യം ചെയ്യും. അന്നേരം നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ ചെയ്തതിന്റെ റിസൾട്ട് ഇത്ര വലുതാണല്ലോ എന്ന്. നമ്മൾ ഒരു ചെറു വിരൽ അനക്കിയാൽ ദൈവം തന്റെ വലിയ കൈ അതിനു വേണ്ടി നീട്ടും. അതുകൊണ്ട് ആ വീട്ടില് ഒരു അത്ഭുത സൗഖ്യം നടന്നു. കട്ടിലെ വന്നവൻ തിരിച്ച് നടന്നുപോയി. നമ്മുടെ വീടുകൾ, നമ്മുടെ സഭകൾ അത്ഭുതങ്ങളുടെ കേന്ദ്രങ്ങളായി മാറട്ടെ. ബന്ധിക്കപ്പെട്ടവരുടെ ബന്ധനങ്ങൾ അഴിയുന്ന സ്ഥലമായി നമ്മുടെ വീടുകൾ, നമ്മുടെ സഭകൾ തീരട്ടെ. സുവിശേഷത്തിന് വേണ്ടി ഒരു പങ്കാളിയാകുവാൻ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ഉള്ളത്തോട് പരിശുദ്ധാത്മാവ് പറയുന്നുണ്ടോ? നമുക്ക് ആ ചെറുപ്പക്കാരെ നോക്കാം. അവർ സുവിശേഷ യോഗത്തിന് വരാൻ കഴിവില്ലാത്തവരെ ചുമന്ന് കൊണ്ടുവരാൻ മനസ്സ് വെച്ചു. എല്ലാവർക്കും പ്രസംഗിക്കാൻ കഴിവ് കാണത്തില്ല, എല്ലാവർക്കും പാടാൻ കഴിവ് കാണത്തില്ല. പക്ഷെ ഒരുവനെ എടുത്തുകൊണ്ടുവരാൻ ഉള്ള കഴിവ് അവർക്കുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും എന്ത് ചെയ്തിട്ടെങ്കിലും ചിലരെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ, സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകുവാൻ ഇന്ന് രാത്രിയിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുമോ? നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്നോട് പറഞ്ഞ് ഞാൻ ഈ സന്ദേശം ഉപസംഹരിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ചെയ്യാവുന്ന സിമ്പിളായ കുറെ കാര്യങ്ങളുണ്ട്, വളരെ ലളിതമായ കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ദൈവം തന്ന സാമ്പത്തിക നന്മയിൽ നിന്ന് സുവിശേഷം എത്തിയിട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഒരു ഫണ്ട് മാറ്റാമോ? സ്തോത്രം. നിങ്ങളുടെ സഭയിൽ സ്വോത്രകാഴ്ചയും ദശാംശം കൊടുക്കുന്ന ആ കാര്യമല്ല ഞാൻ ചോദിച്ചത്. സുവിശേഷം എത്തിയിട്ടില്ലാത്ത വ്യക്തികൾക്ക് വേണ്ടി, സ്ഥലങ്ങൾക്ക് വേണ്ടി ഒരു ഫണ്ട് വ്യക്തിപരമായി മാറ്റാമോ? സ്തോത്രം. മാറ്റാമോ? എത്ര രൂപ മാറ്റാൻ പറ്റും? ഒന്ന് ചിന്തിച്ചു നോക്ക്. നമുക്കിനി കുറച്ച് സമയം ഇവിടെയുള്ളൂ. നോക്കി നിൽക്കുമ്പോഴാണ് ക്യാൻസർ, അറ്റാക്ക്, അത് ഇത് എന്നുള്ള റിപ്പോർട്ട് നമ്മുടെ ഈ വരുന്നത്. ആർക്കൊക്കെ അസുഖം ഉണ്ടെന്ന് പറയാനൊക്കെയല്ല. ഡോക്ടർ ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ അപ്പോഴേ നമ്മൾ കിടപ്പിലാവും. ദുബായിൽ നിന്നൊരു പ്രെയർ റിക്വസ്റ്റ് മിനിഞ്ഞാന്ന് വിളിച്ചു പറഞ്ഞതാണ്. നല്ല യൗവനക്കാരൻ, ആക്റ്റീവായിട്ട് ഓടി നടന്നവനാ. എന്തോ ഒരു വിഷമം തോന്നി, ഒരു ചെക്കപ്പിന് ചെന്നു, ക്യാൻസർ ആണെന്ന് പറഞ്ഞ വഴി ആള് കിടപ്പായി. ഞാൻ ഓർക്കായിരുന്നു, ചെക്കപ്പിന് പോകാതിരുന്നിരുന്നെങ്കിൽ കുറെ കാലം കൂടെ ഓടി നടന്നേനെ. അറിവിപ്പ് കിട്ടി, ആൾ തളർന്നുപോയി, വീട്ടിലേക്ക് പോലും വരാൻ മേലാണ്ടായി. നമ്മുടെ അവസ്ഥ ഇതാണ്. നമുക്ക് സുവിശേഷത്തിന് വേണ്ടി ഒരു ഫണ്ട് മാറ്റാൻ പറ്റില്ലേ? കുറച്ചുകൂടെ മാറ്റാൻ പറ്റുകയല്ലേ? കുറച്ചുകൂടെ ചെയ്യാൻ പറ്റുകയല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്ക്. സുവിശേഷം എത്താത്ത സ്ഥലങ്ങളിലേക്ക് ഒരു ഫണ്ട് മാറ്റാൻ കഴിയുമോ? എങ്കിൽ അതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിക്കുക. ഉത്തരവാദിത്തപ്പെട്ടവരെ ഏൽപ്പിക്കുക. നിങ്ങളുടെയും കൂടെ ഉത്തരവാദിത്തത്തിൽ ആ പ്രവർത്തനത്തിൽ പങ്കെടുക്കുക. സുവിശേഷത്തിന് വേണ്ടി ഒരു ഫണ്ട് മാറ്റുക. അത് സുവിശേഷത്തിന് വേണ്ടി ആയിരിക്കണം, അഥവാ പുതിയ സ്ഥലങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ മക്കളിൽ ഒരാളെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിടാവോ? ഒരാളെ സ്തോത്രം, ഒരാളെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിടാവോ? അപ്പൊ നമ്മൾ എല്ലാവരും പറയാൻ പോണത് ഇതാണ്: അവന് വിളിയില്ലല്ലോ പാസ്റ്ററെ. സമ്മതിച്ചു, വിളി ഉണ്ടായാ വിടുവോ? വിളി ഉണ്ടാകാൻ പ്രോത്സാഹിപ്പിക്കാവോ? എൻ്റെ ചർച്ചിൽ കോയമ്പത്തൂർ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, എഞ്ചിനീയറിംഗിൽ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു പറഞ്ഞേച്ച് ചർച്ചിൽ വന്നു ഒരു മാസം മുമ്പ്. ആ ചെറുക്കൻ നന്നായിട്ടൊരു മെസ്സേജ് പറഞ്ഞു. അവൻ ആ കോളേജിൻ്റെ പരിസരത്തെല്ലാം സുവിശേഷ വേല ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അനുഗ്രഹിക്കപ്പെട്ട ദൂതായിരുന്നു. ആ ചർച്ചിൽ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടിന് പഠിക്കുന്ന ഒരു മോനിരിപ്പുണ്ട്. ഞാൻ അവൻ്റെ അമ്മയെ വിളിച്ച് അന്ന് ഉച്ചയ്ക്ക് പറഞ്ഞു, സിസ്റ്റർ, നിങ്ങളുടെ മകൻ ഇങ്ങനെയാകുന്നതായിട്ട് ഭാവനെ കണ്ട് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു. നിങ്ങളുടെ മകൻ ഇങ്ങനെയാകുന്നതായിട്ട് സ്വപ്നം കണ്ട് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു. അയ്യോ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ ചെയ്യാൻ തുടങ്ങി, ഇന്ന് തൊട്ട് തുടങ്ങുക.
ഇന്നോട്ട് തുടങ്ങുക. നിങ്ങളുടെ മകൻ ഇതുപോലെ ഇവിടെ നിൽക്കുന്നതായിട്ട്, ദൈവത്തിന്റെ വചനത്തിന്റെ ഒരു വക്താവായിട്ട് അവൻ മാറുന്നതായിട്ട് ഇമാജിൻ ചെയ്തൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകുന്ന കാര്യം നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടല്ലോ. അതാണല്ലോ സ്വപ്നം. ആ കൂട്ടത്തിൽ ഇതുകൂടി ഒന്ന് സ്വപ്നം കാണാം. ഈ വിളി ഉണ്ടാകണമെങ്കിലേ നമ്മൾ പ്രേരിപ്പിക്കണം. പൗലോസിനെ വിളിച്ച പോലെ വിളിക്കട്ടെ എന്ന് പറഞ്ഞാൽ പൗലോസിനെ പോലെ എല്ലാവരും വിളിക്കുകയില്ല. നിങ്ങളൊരു പ്രേരണ കൊടുത്തു നോക്ക്. ശമൂവേലിനെ ഹന്ന പള്ളി കൊണ്ടൊന്നാക്കുമ്പോൾ അവന് വിളിയില്ല. വിളിയില്ലെന്നല്ല, അവൻ രക്ഷിക്കപ്പെട്ടു പോലും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അവൻ അന്ന് വരെ യഹോവയെ അറിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ അമ്മയുടെ സമർപ്പണവും പ്രാർത്ഥനയും അവന്റെ ഉള്ളിൽ ദൈവവിളി തെളിഞ്ഞു വന്നു. അവന്റെ ഉള്ളിൽ ഒരു വിളി തെളിഞ്ഞു വന്നു. നിങ്ങൾ രക്ഷിക്കപ്പെട്ട നിങ്ങളുടെ മക്കളിൽ ഒരാളെ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കാമെന്ന് ഇന്ന് ഇവിടെ ഇരുന്ന് തീരുമാനം എടുക്കാവോ? സ്തോത്രം. ഇന്ന് ഇവിടെ ഇരുന്ന് തീരുമാനം എടുക്കാവോ? കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാർ ചുരുക്കം. ഒരു യൗവനക്കാരനെ മിഷൻ ഫീൽഡിലേക്ക് കൊടുക്കാമെന്ന് ഇന്ന് രാത്രിയിൽ എത്ര പേർ തീരുമാനിക്കും? കൈ ഇപ്പൊ പൊക്കണ്ട. സ്തോത്രം, 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 സ്തോത്രം. മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ചെയ്യാവുന്ന മൂന്നാമത്തെ കാര്യം, കുറച്ചു നേരം മിഷൻ ഫീൽഡിനെ ഓർത്ത് പ്രാർത്ഥിക്കാവോ? സുവിശേഷം എത്താത്ത സ്ഥലങ്ങളെ ഓർത്ത്, ഭാരതത്തിന്റെ മണ്ണിനെ ഓർത്ത് പ്രാർത്ഥിക്കാമോ? പുതിയ വേല സ്ഥലങ്ങളിൽ പോയി കിടന്ന് കഷ്ടപ്പെടുന്ന വേലക്കാരെ ഓർത്ത് അവരുടെ കുറെ പേരുടെ പേരൊന്ന് എഴുതി മേടിക്കാവോ? നോർത്ത് ഇന്ത്യയിലും അവിടെ ഇവിടെയൊക്കെ അധ്വാനിക്കുന്ന പുതിയ ഫീൽഡിലെ മിഷണറിമാരുടെ ഒരു 1000 പേര് നിങ്ങളുടെ ഡയറിയിലൊന്ന് എഴുതാവോ? 500 പേരുടെ പേര് എഴുതാവോ? പേര് പറഞ്ഞ് ആഴ്ചയിൽ ഒരു ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കാമോ? നമ്മുടെ പ്രയർ തീരെ ചെറുതാ. നോക്കി, നമ്മുടെ വീട്ടിലുള്ളവർക്കും നമ്മുടെ ലോക്കൽ പാസ്റ്റർക്കും വേണ്ടി പ്രാർത്ഥിച്ച് നമ്മൾ നിർത്തുകയല്ലേ? കുറച്ചുകൂടെ പ്രയറിൽ ഒരു പുരോഗമനം വരുത്താവോ? കുറച്ചുകൂടെ പേർക്ക് വേണ്ടി, പുതിയ ഫീൽഡിന് വേണ്ടി, മിഷൻ വർക്കിന് വേണ്ടി പ്രാർത്ഥനയിൽ അല്പസമയം കൂടെ പോരാടാൻ തീരുമാനം എടുക്കാവോ? ഇത്രയും ചെയ്യുമെങ്കിൽ ഈ സന്ദേശം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ജീസസ്. ഒരു മിനിറ്റും കൂടെ നിങ്ങൾ നിൽക്കണം. ഒരൊറ്റ മിനിറ്റും കൂടെ. എല്ലാ കണ്ണുകളും അടച്ചു നിൽക്കുമ്പോൾ ഈ പറഞ്ഞതിലേതെങ്കിലുമൊക്കെ തീരുമാനമെടുക്കാൻ സന്തോഷത്തോടെ സാധിക്കുന്നവർ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചാണ്. ഈ പറഞ്ഞതിലേതെങ്കിലുമൊക്കെ ചില തീരുമാനമെടുക്കുന്നവർ കൈ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചാണ്. ഞങ്ങളുടെ പ്രിയ കർത്താവേ, സുവിശേഷത്തിന്റെ വക്താക്കളാകുവാൻ, പങ്കാളികളാകുവാൻ സന്തോഷത്തോടെ തീരുമാനിച്ചിരിക്കുന്ന ഈ ജനത്തെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നെടുത്ത ഈ തീരുമാനം പ്രായോഗികമാക്കുവാൻ പരിശുദ്ധാത്മാവ് വഴി തുറക്കണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.